അമ്പലത്തിലേക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ സെറ്റാക്കി വെച്ചാണ് കേട്ടോ ഞാൻ. റെഡ് സാരിയാണ് ഞാൻ മുമ്പ് കൊടുത്തിട്ടുള്ള സാരി തന്നെയാണ്. ദേവീക്ഷേത്രം ആയതുകൊണ്ട് റെഡിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഞങ്ങൾക്ക് വൈകിട്ട് താലപ്പൊലിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കേരള സാരി എടുക്കും. അപ്പോൾ പിന്നെ രാവിലെ ഞാൻ റെഡിൽ തുടങ്ങാമെന്ന് വെച്ചു. പിന്നെ മോൾ ഒരുക്കാനാണ് ഭയങ്കര പണി. ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. ഇവിടെ പൂജകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആളുകളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും എത്തിയിട്ടില്ല, കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ അനിയനാണ് കേട്ടോ അത് മോളെ എടുത്തിരിക്കുന്നത്. ആൾക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോൾ ഇതേ ചുട്ടാറ് വെയിലത്താണ് ഈ ഓടുന്നത്. അവിടെ കുറച്ച് യെല്ലോ പൂക്കൾ കണ്ടിട്ട് ഇതേ അമ്മ പൂക്കളൊന്നും മുന്നിട്ട് തന്നെ കാണിച്ചു തരികയാണ്. ഞാൻ അവിടെ പോയി നിന്നോളം വന്നു ഫോട്ടോ എടുക്കാൻ. ഫോട്ടോ എടുത്തില്ല, പകരം വീഡിയോ എടുത്തു. ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഉപ്പുമാവ് വെട്ടി വിഴുങ്ങാണ് ഞാനതാ. രണ്ടുപേരും നല്ല കളിയാണ് കേട്ടോ അമ്പലത്തിൻ്റെ മുന്നിൽ. ബാക്കിയുള്ളവരൊക്കെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഏകദേശം 16 വർഷമായിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു അമ്പലം ഞങ്ങൾ പണി കഴിപ്പിച്ചിട്ട്. ഒരുപാട് ആൾക്കാർ എത്താനുണ്ട് കേട്ടോ. വളരെ കുറച്ച് ആളുകൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. എല്ലാവരും നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മോൾ മാത്രമേ അവളുടേതായിട്ടുള്ള കളികളിൽ ഇങ്ങനെ നടക്കുകയാണ്. സദ്യക്ക് ഞങ്ങൾ ആദ്യം പണിക്കുന്നുണ്ട് കേട്ടോ, കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നന്നായിട്ട് വിശക്കുന്ന സമയത്തെ എത്ര കുറച്ച് വിഭവങ്ങളുണ്ടെങ്കിലും നമുക്ക് നല്ല രുചി തോന്നും കേട്ടോ. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ? എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ചില സമയത്ത് നമ്മൾ നല്ല കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ എത്ര നല്ല ഭക്ഷണം കിട്ടിയാലും ചിലപ്പോൾ എനിക്ക് രുചി തോന്നില്ല. ചില സമയത്ത് ഒരു കറി ഉണ്ടായാലും നന്നായിട്ട് വിശക്കുന്ന സമയത്താണെങ്കിൽ നല്ല രുചി തോന്നും. ഇതിപ്പം നല്ല സദ്യയായിരുന്നു കേട്ടോ. അതെ, വിഭവങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ചെറിയ ചോറെത്തി, നല്ല ചൂടുള്ള സാമ്പാറും അടപ്രഥമൻ പായസവും നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ. ഇനി ഞങ്ങൾക്ക് വൈകിട്ട് താലപ്പൊലി ഉണ്ട്, അതിൻ്റെ വീഡിയോ കൂടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇലയിൽ പായസം വെച്ച് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ?